വേദന മാത്രമായി കഴിയുമ്പോഴില്ലേ വിഷമോ സങ്കടവും നല്ല കാര്യങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് ക്ലബിന്റെ സൈഡിൽ നിന്ന് ഇന്റന്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ മാനേജ്മെന്റ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും വലിയ തിരിച്ചടി ബാക്ക് ഫയർ ഉണ്ടാവും. ഇവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഇവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഈ ഫുട്ബോളിംഗ് ബിസിനസ് നടത്തി പരിചയമുള്ള ഏതെങ്കിലും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് വരണം. നോർമൽ ഫാനിനെ സംബന്ധിച്ച് ടീം ജയിക്കുക എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് തിങ്. അതെ, ഇപ്പോഴും നമുക്ക് പ്രൊട്ടസ്റ്റ് പിൻവലിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും ആ പ്രൊട്ടസ്റ്റിന്റെ മെയിൻ ഇപ്പം ഒരു ഓഫ് സീസണിലാകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രതിഷേധിക്കണമെങ്കിൽ പോലും ഒരു പ്രോപ്പർ ഓഫീസ് വേണം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് പോയി പ്രതിഷേധിക്കണം. ഇതൊക്കെ നമുക്കിങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം എന്നുള്ളതല്ല, ഇതിന് മാറ്റങ്ങൾ കാണണം. ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അൺസർട്ടൻ ആണ്. അൺസർട്ടൻ ആണെന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ക്ലബുകൾ എന്താ പറയുക, ഡ്യൂറന്റ് കളിക്കാൻ പോകുന്നു. ഇതില് പോലും ഞാൻ മീറ്റിംഗ് മിനിറ്റ്സിൽ ഉള്ളൊരു സാധനമാണ്. അതായത് വളരെ ഓക്കെയാണ്. ലൈക്ക് ഇവര് പറയുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഡ്യൂറന്റ് കളിക്കാൻ പറ്റില്ല, അൺസർട്ടൻ ആണ്, ഫസ്റ്റ് ടീമിനോട് ഓക്കെ, അന്ന് നിങ്ങൾക്ക് റിസർവ്സിനെ വിട്ടുകൂടെ എന്ന് അന്ന് മീറ്റിംഗ് പോയവര് ചോദിക്കുന്നു നിങ്ങൾക്ക് റിസർവ്സിനെ വിട്ടില്ല. അവിടെയാണ് ഇവരുടെ മെന്റാലിറ്റി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഇല്ല, അതിനും കുറെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരും. അപ്പൊ ക്ലബിന്റെ മെന്റാലിറ്റി കഴിഞ്ഞ വർഷം പറഞ്ഞുകൊണ്ടിരുന്ന ഇവർ നിങ്ങൾക്ക് ഇന്ത്യൻ ഇല്ല അവരെന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ വേറെ സംസാരിക്കാനില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ മിഡ് സീസണിൽ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതേ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇവര് എന്താ എക്സ്പെക്ട് ചെയ്യുന്ന ഫാൻസിന്റെ സൈഡിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലാതെ ഇവര് പറയുന്നതെല്ലാം കേട്ട് ഇത് ചെയ്തോണം. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ ആൾക്കാർക്ക് എന്താണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം? അല്ലെങ്കിൽ ഇത് നശിപ്പിക്കാനല്ലേ ഇത് ചെയ്തുള്ളൂ? നമ്മൾ ആദ്യം പറയാൻ പോലും ഇതൊന്നും നശിപ്പിക്കാൻ വേണ്ടിയില്ല, ഇത് സ്നേഹം കൂടുതൽ കൊണ്ടാണ്. നമുക്കിത് നമുക്കറിയാം ഇത് എങ്ങനെയാണ് വന്നത്, അതിന്റെ പുറകിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെന്നും. ഇത് ഒരു നല്ല ഇതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും അത് ഒറ്റ ഉണ്ടാവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുവരെ ഫിനാൻഷ്യലി വേരിയബിൾസിനെ ബാധിക്കും. ആളുകൾ കളി കാണാൻ പോകാതിരിക്കും. ആളുകള് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇപ്പം നോക്കുമ്പോ ആളുകൾക്ക് ആ ഒരു ഇമോഷണൽ ടച്ച് ബ്ലാസ്റ്റേഴ്സിന് വിട്ടുപോകുന്ന ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മള് എപ്പോഴും ആ ഒരു ഇമോഷണൽ ടച്ച് അവിടെ അതാണ് അത് മാനേജ്മെന്റ് തിരിച്ചറിയേണ്ട ഒരു വലിയ പ്രശ്നമാണ്. അതായത് ഇത്ര നാളൊരു നമ്മള് എന്താ പറയാ എന്തൊക്കെ കാണിച്ചാലും ഇവന്മാരും അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത്, അത് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നമുക്ക് ഇത് വേദന മാത്രമായി കഴിയുമ്പോഴില്ലേ വിഷമോ സങ്കടവും നല്ല കാര്യങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല. ഇവന്മാര് നമ്മൾ ഒരാളെ നമ്മൾ എത്ര നാൾ പറ്റിക്കാൻ പറ്റും? അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന തിരിച്ചറിവിന്റെ ഒരു ചെറിയത് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു തരം മടുപ്പ് വന്നു തുടങ്ങും. അത് തീർച്ചയായും അതെ അത് അവർ തിരിച്ചറിയുന്നുണ്ടോ? എന്തെങ്കിലും ആവട്ടെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ക്ലബിനെ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. ഇവരെ അഫക്ട് ചെയ്യാൻ പോകുന്ന ഇവര് ആലോചിക്കുന്നില്ലെങ്കിൽ ഇവരെ അഫക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ക്ലബിനെ ഇഗ്നോർ ചെയ്യുന്ന സ്റ്റേജിലോട്ട് ഫാൻസ് എത്തുന്നതായിരിക്കും ഇവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടി. സെയിം ടൈമില് ഇപ്പുറത്ത് ഒരു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ പോലെ രണ്ട് ബിഗ് ജയൻസ് കൊൽക്കത്തയിലുള്ള പോലെ ഒരു ക്ലബ്ബ് ഓപ്പോസിറ്റ് കേരളത്തിൽ ഭൂമി ചെയ്ത് വന്നാൽ ഡെഫിനറ്റ്ലി ഈ മാനേജ്മെന്റ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും വലിയ തിരിച്ചടി ആയിരിക്കും. ഇവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഇവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളുള്ള കാര്യം അത് ഇവർ മനസ്സിലാക്കിയാൽ ഇവർക്ക് നല്ലത്. നമ്മളിത് പല സന്ദർഭങ്ങളിൽ ഇപ്പൊ ഈ ഇരുന്ന് ഓപ്പണിലായിട്ട് നമ്മൾ പറയണേ നിങ്ങളെ എഫക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതായിരിക്കും. ഇത് ക്ലബ് ഇല്ലാതായി പോകുന്ന കാണാൻ നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഇത് കാര്യങ്ങൾ ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാം, ഇന്റന്റ് കാണിക്കുക. ഇപ്പോഴും എന്തെങ്കിലും നമുക്ക് ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് ക്ലബിന്റെ സൈഡിൽ നിന്ന് ഒരു ഇന്റന്റ് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൃത്യമായിട്ട് നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഇന്റന്റ് ഉണ്ട്, ഓക്കെ നമ്മളൊരു ക്രൈസിസിലാണ്, ഈ ക്രൈസിസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇന്റന്റ് കാണിക്കും. ആ ഇന്റന്റ് ഒന്നും ഞാൻ പേഴ്സണലി കാണുന്നില്ല.
അതല്ലെങ്കിൽ ഈ ഫുട്ബോളിംഗ് ബിസിനസ് നടത്തി പരിചയമുള്ള ഏതെങ്കിലും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് വരണം, വന്നിട്ട് അവർ ടേക്ക് ഓവർ ചെയ്ത് അവരവരുടെ ബിസിനസ് നടത്തുന്നത് മാത്രമല്ല സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ട് ആ ഒരു പിഡിഗ്രി ഉള്ള ഒരു ആളുകൾ വന്നില്ലേ. ഇതൊരു കോർപ്പറേറ്റ് കമ്പനി സിഇഒ ആയിട്ടിരുന്ന ഒരാൾ വന്നിട്ട് ചെയ്യുന്ന പോലെ അല്ല ഇത് എൻറ്റയർലി ഡിഫറെന്റ് സംഭവം ആണെന്നുള്ളത് ഫസ്റ്റ് ഇവര് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഫോർമുല അറിയാവുന്ന ആളെ വന്നിരുത്തി നോർത്ത് ഈസ്റ്റ് ഒക്കെയാണ് വെരി നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തുറന്നിട്ട് കാണിച്ചേക്കാണ്. അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ടായ എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റ് ഉണ്ടായിരുന്നത്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഒക്കെ ഒരു അത് ചെയ്ത് ശീലമുള്ള സക്സസിന്റെ ഫോർമുല അറിയാവുന്ന ഏത് വഴി പോയത് കൃത്യധാരണയുള്ള ആളുകളോട് ഇരിക്കുന്നതിന്റെ ഒരു ഗുണമാണ് ആക്ച്വലി. അതായത് ഇപ്പോ ഇവര് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഗ്രാഫിൽ കയറിയിട്ടേ ഉള്ളൂ മേളിലായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോ എന്തുകൊണ്ട് ഇത് ഇവർക്കൊരു നല്ലൊരു ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാത്തത് കൊണ്ടൊന്നല്ലോ. ലൈക്ക് നല്ല ഒരു ബയർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർക്ക് അത് തുടങ്ങാൻ ഉണ്ടായിട്ടുള്ള എമൗണ്ടിന് പ്ലസ് പ്രോഫിറ്റിന് അവർക്ക് ഇത് സെയിൽ ചെയ്യാം. ഇതിന്റെ ഒരു ഇൻസൈഡ് സ്റ്റോറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ബയസ് വരുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ, ഇവര് വാല്യൂ ഇട്ടേക്കുന്നത്, വാല്യൂഷൻ എത്രയാണ്, എങ്ങനെ നമുക്ക് ഇതിനൊക്കെ വാല്യൂഷൻ പറയാൻ പറ്റുന്നത്. അതായത് നമുക്ക് പ്രത്യേകിച്ച് ക്ലബിന് പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ അസറ്റ്സ് ഇല്ല, സ്റ്റേഡിയം ആ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന സംഭവം അതായത് ബ്രാൻഡ് വാല്യൂ എന്നുള്ള സംഭവം മാത്രം അത്രേ ഉള്ളൂ. അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഇത് പറഞ്ഞു വരുമ്പോഴേ വലിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആളുകൾക്ക്. ഇത് നമ്മളവിടെ നടത്തുന്ന പല ഇവന്റ്, അതായത് ഒരു ടിഫോ ഡിസ്പ്ലേ ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർ ധരിച്ചു വെച്ചേക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഫണ്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളത് അല്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ആൾക്കാർ എവിടെ അതൊന്നും ഒരു തരത്തിലും ഇല്ലാത്ത ഓൺ പൈസ കൊടുത്ത് ഇതിലേക്ക് മുമ്പേ നമ്മൾ പറയുന്നത് ഇമോഷണലി ഫിനാൻഷ്യലി നമ്മളുടെ ഫാമിലിയുടെ ടൈമും സോഷ്യൽ ടൈമും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നത്. അതും ഓരോ ടിഫോക്ക് ആൾക്കാർ എടുക്കുന്ന എഫേർട്ട്, അതായത് അവരുടെ സ്വന്തം നമ്മള് ടീമിന്റെ കളി കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മള് ഈ പല മീറ്റിംഗ്സിന് വരുന്നതിന് അതൊക്കെ എന്താ പറയാ പണച്ചെലവുള്ള കാര്യമാണ്. അതിന് ഫുഡ് കഴിക്കണം, മറ്റേ അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് എല്ലാ മെമ്പേഴ്സും അതേപോലെ അതങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മള് ക്ലബിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള ആ ഒരു മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്രയും അധികം എഫേർട്ട് അതിന്റെ പുറകിൽ ഓരോ ആൾക്കാരും എടുക്കുന്നുണ്ട്. അത് തിരിച്ചറിയുക, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലബ് ഇല്ല എന്നുള്ളത് ഈ മാനേജ്മെന്റ് തിരിച്ചറിയുക എന്നുള്ളതാണ് അവർക്ക്. ഇതിനെ വിത്തൗട്ട് ഈ ഫാൻ ബേസ് ഈ ക്ലബ് എന്താ ഉള്ളത്, എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ള? ഞങ്ങള് 3 തവണ ഫൈനൽ കളിച്ചു എന്നുള്ളതോ? ഫൈനൽ കളിച്ചു എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു അച്ചീവ്മെന്റ് ആയിട്ടൊക്കെ ആരെങ്കിലും പറയുന്നുള്ള എനിക്കറിയില്ല. ചുമ്മാ ലൈമായിട്ട് നമുക്ക് പറയാൻ ഉള്ളൂ. ഇപ്പൊ ISL കളിക്കുന്ന ട്രോഫി ഇല്ലാത്ത ഏക ക്ലബ്ബ് ഇതാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഇവർ ആലോചിക്കേണ്ടത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അത് ഒരുപാട് പേര് കാണും, അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു വലിയ ലിസ്റ്റ് കാണും. പക്ഷെ ഇവിടെ ഒരു ലിസ്റ്റിൽ ഒരാളെ ഉള്ളൂ. എല്ലാവർക്കും ഒറ്റയടിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവനാണ് ആള് എന്ന് പറഞ്ഞ് കാണിക്കാൻ. RCB ഉണ്ടായിരുന്നു, അത് പോയി. അതും പോയി. അപ്പോഴും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു ചിലപ്പോ ഡ്യൂറന്റ് കളിച്ചടിക്കും. അപ്പൊ ചോദിക്കുമ്പോ ഇച്ചിരി പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ടീമിന് ഇറങ്ങുന്നില്ല. ഇതിന് മുന്നത്തെ കഥയൊക്കെ വേറെ ആയിരുന്നു. എല്ലാ ടൂർണമെന്റിനും ഞങ്ങള് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പുതിയ ആള് വന്നപ്പോ പുതിയ ആളുടെ സാധനമായിരുന്നു, പുതിയ ചാപ്റ്റർ പുതിയ ആള് വന്നു. ഒരു മറ്റേ പ്രോജക്ട് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഇനി ഉള്ള എല്ലാ കപ്പ് ടൂർണമെന്റും കപ്പടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫസ്റ്റ് ടൂർണമെന്റ് കഥ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പൊ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം ഇപ്പൊ ഈ വർഷം ഞങ്ങൾക്ക് കപ്പടിക്കാൻ പറ്റത്തില്ല. എല്ലാ വർഷവും കപ്പുണ്ടല്ലോ. ഓരോ തവണ വരുന്ന ഓരോ ആൾക്കാർ വരും, അവര് തുടങ്ങുമ്പോ ഓരോന്ന് പറയും, മിഡ് സീസൺ എത്തുമ്പോ വേറെ പറയും, ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇവന്മാര് പോവും, അടുത്ത ആള് വരും, അവൻ പുതിയ കഥ പറയും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ആസ് ഒരു ഫാൻ പെർസ്പെക്ടീവ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ചെയ്ത് ശീലം, അതായത് ഇത് ചെയ്ത് സക്സസ്ഫുള്ളി ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. കാരണം അയാൾക്ക് അത് ചെയ്ത് ശീലമുണ്ട്, അതിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത്. പക്ഷെ ക്ലബിനെ എങ്ങനെ മാനേജ് ചെയ്ത് അതിലൊരു പ്രൂവൺ, അതായത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു CEO കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഫുട്ബോൾ ക്ലബിൽ. പക്ഷെ അപ്പോഴുള്ള സക്സസ്
ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള ആള് വന്നിട്ട് വേണം ഈ കാര്യങ്ങൾ. അല്ല അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സിഇഒസ് ഒക്കെ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അവരാരും ഒരു സെറ്റൽ ലിമിറ്റ് ലാസ്റ്റ് 3 ഇയർ നമുക്ക് സിഇഒ ഇല്ലായിരുന്നു, SD മാത്രമായിരുന്നു. അതിന് മുന്നേ വീരൻ ഡിസിൽവ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല അപ്പോഴൊന്നും എന്താ പറയാ ഒരു സർട്ടൻ ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് സിഇഒ വരാറുണ്ടായിരുന്നില്ല. കാര്യം സിഇഒ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സൈഡ് മാത്രമാണ്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിംഗ് കാര്യങ്ങളിൽ ഫൈനൽ വാക്ക് എന്ന് പറയുന്നത് SD ആണ്. ലോകത്തെ എല്ലാ ക്ലബ്ബുകളിലും സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. മാത്രമേ വരുന്നുള്ളൂ, ചെറിയ ഫാൻ ബേസ് അല്ല. സംസാരിക്കുമ്പോ വളരെ നോക്കി കണ്ട് സംസാരിച്ചില്ലെങ്കിൽ എടുത്തു വെച്ച് അലക്കാൻ പറ്റുന്ന, അതായത് ഇതിന്റെ മൈനോറിറ്റി എന്ന് പറയുന്നത് വേറൊരു ഫാൻ ബേസിന്റെ ഫുൾ ആയിരിക്കും. വളരെ ചെറിയ നമ്പർ എന്ന് പറയുന്നത് വേറൊരു ഇത്ര ഒരു 5% അല്ലെ 1% എന്നൊക്കെ പറയുന്നത് വേറൊരു ഫുട്ബോൾ ഫാൻ ബേസിന്റെ എൻറ്റയർ ഫുൾ ആളുകളുടെ എണ്ണമായിരിക്കും ഇതിന്റെ 1% എന്ന് പറയുന്നത്. അവര് മാത്രം ഇറങ്ങിയാൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. അല്ല ആ ബാക്ക്ലാഷ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്കിപ്പോ ഈ എന്താണ് ഇപ്പൊ ഓൺഗോയിങ് ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ നമ്മളിപ്പോ ഈ പോഡ്കാസ്റ്റ് പോകുമ്പോഴും ചിലപ്പോ നീക്ക് ഇതൊക്കെ നിർത്തിയിട്ട് എന്താ ഈ ഓൺഗോയിങ് പ്രൊട്ടസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം വെയിറ്റ് ചെയ്യുന്ന ഇവരെന്താണ് ഇപ്പം മീറ്റിംഗ്സ് കഴിഞ്ഞു, ലാസ്റ്റ് സീസണിലെ പ്രൊട്ടസ്റ്റ് നമ്മള് പ്രൊട്ടസ്റ്റ് നിർത്തിയിട്ടില്ല, പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം. സൈനിങ്സ് എങ്ങനെ പോകും എന്നുള്ളത് നോക്കുക, അതിൽ നിന്നും ഒരു ഇന്റന്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പം ശരിയാണ് അൺസർട്ടൈൻ ആണ് എപ്പം ISL സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ക്ലബിന് എന്തായാലും ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് അവര് പറഞ്ഞു. അങ്ങനത്തെ ഒരു അൺസർട്ടൈനിറ്റിയിലും ഒരു മേജർ പ്ലെയർ വിട്ടുപോയിട്ടുള്ളത് നമ്മുടെ ക്ലബിൽ നിന്ന് മാത്രമെന്നാണ് എന്റെ ഒരു അല്ലെ. അത് ഇപ്പം ഓപ്പൺലി പറഞ്ഞേക്കുന്നത് നമ്മുടെ ക്ലബ്ബ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലബ്ബിൽ നിന്ന് ഇപ്പൊ പ്ലേയേഴ്സ് പോയേക്കുന്നത് ഈ ഇപ്പം കോർണർ ഷീൽഡ്സ് ചെന്നൈയിൽ നിന്ന് പോയിട്ടുണ്ട്, ഹാവി പോയിട്ടുണ്ട്, പല പല പ്ലേയേഴ്സ് പല ടീമുകളിൽ പോയിട്ടുണ്ട്. അത് വേറെ സ്റ്റോറി ആണല്ലോ. അതങ്ങനെ തന്നെ നിൽക്കുന്നു. പല പല ക്ലബ്ബുകളിൽ നേരെ നമ്മള് നോർത്ത് ഈസ്റ്റ് എടുക്കും, നോർത്ത് ഈസ്റ്റിൽ നിന്ന് പോയിട്ടില്ല പ്ലേയേഴ്സ് ഒന്നും അങ്ങനെ അവര് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. അവര് ഡ്യൂറന്റ് തുടങ്ങുന്നതിന് മുന്നേ അവര് എവറി സൈനിങ്സ് ഫിനിഷ് ചെയ്തു. അതും അത്യാവശ്യം പ്രൊഫൈൽ വൈസ് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഒപ്റ്റിമിസം ഒപ്റ്റിമിസ്റ്റിക് ആണ് അവര് ഇല്ലാത്തത്. അതാണ് പറയുന്നത്. എല്ലാ സീസണിലും ഫാൻസിന് ഉണ്ടായിരുന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. ഈ സീസൺ ചിലപ്പോൾ നന്നായിരിക്കും എന്നുള്ള ഈ പ്രതീക്ഷയാണ് ഇപ്പൊ ആൾക്കാർക്ക് അവര് ആ ഒരു ഡ്യൂറന്റിന് മുന്നേ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡ്യൂറന്റിനെ അവര് പ്ലേയേഴ്സിനെ വിട്ടു. നമ്മളിപ്പോഴും ഈ ലീഗ് നടക്കോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നു നമ്മുടെ മാനേജ്മെന്റ്. എന്താണ് ജൂനിയർ ടീമിനെ വിടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഫിനാൻഷ്യൽ സീൻ പറയുന്നു. അപ്പൊ അതിനകത്തൊക്കെ ആ ഒരു ഇന്റന്റ് സംഭവം ഇതിലിപ്പം ഈ മഞ്ഞപ്പട ഈ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നതായി തോന്നുന്നുണ്ടോ? മാറ്റം വന്നതായിട്ട് കൊണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സൈനിങ്ങിലൊക്കെ സൈനിങ് ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നു അവര് സമ്മതിച്ചു തന്നിട്ടില്ല. അന്നത്തെ മിനിറ്റ്സ് നോക്കി അറിയാലോ, അവര് സമ്മതിച്ചു തന്നിട്ടില്ല ഞങ്ങള് ഇത് ചെയ്തിട്ടാണെന്നുള്ളത്. അതായത് നമ്മളെ കാണിച്ചു തരണം നിങ്ങളൊന്നും ഇത് ചെയ്തിട്ടല്ല ഞങ്ങൾ ഇപ്പൊ സൈനിങ് നടത്തുന്നത്. പക്ഷെ ലെഗാട്ടോറിന്റെ സൈനിങ് ഉണ്ട്, അവിടെ ബികാഷ് യുംനെ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ബാഡ് എഫക്ട് പോലെ ഇവര് വേണേ പറയും നിങ്ങളുടെ പ്രശ്നം കാരണമാണ് സ്റ്റാറെ സൈൻ ചെയ്തത് ചിലപ്പോ വേണേ പറയും. നമ്മൾ അന്നൊന്നും സ്റ്റാറെ സാക്ക് ചെയ്യണമെന്നൊന്നും ഫാൻസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ഫാൻ ക്ലബ്സിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ജനറൽ ഫാൻസ് ചിലപ്പോ കമന്റ്സിൽ വന്നിട്ട് പറയുന്നുണ്ട് അതിപ്പോ ചെയ്യുന്നത് അവർ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതല്ലോ. അപ്പൊ അവര് എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി അവരെടുക്കുന്ന അക്നോളജ്മെന്റ് അവര് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ടല്ലോ. മീൻസ് ഇപ്പം ഒരു ഫാൻ ക്ലബ്സ് ഒപ്പീനിയൻസ് പറയുന്ന പല ഏരിയകൾ കാണും. സ്പോർട്ടിങ്ങിൽ നമുക്കുണ്ടാവുന്ന എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇനിഷ്യലി തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് സൈനിങ്സിൽ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലബിനെ. നമ്മുടെ ഡൊമസ്റ്റിക് സൈനിങ്സിന് ഇഷ്യൂ ഉണ്ട്, ഇത് നമ്മളെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും, നമുക്ക് തിരിച്ചടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അന്ന് ഇവർ ഇത് അഡ്രസ് ചെയ്തില്ല. ഇവര് പറഞ്ഞു ഇല്ല ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്, ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് ഇപ്പോഴുള്ള ടീം. ഓക്കെ, വെരി വെൽ ആൻഡ് ഫൈൻ, നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നമുക്ക് കുഴപ്പമില്ല. അപ്പൊ എന്താണ് ആസ് എ ഫാൻ ക്ലബ്ബ് നമ്മൾ എടുത്ത തീരുമാനം എന്തായിരിക്കും? ഓക്കെ നോക്കാം ഇതെങ്ങനെ പോകുന്നത്, നമ്മൾ പറഞ്ഞാണോ ശരി ഇവര് പറഞ്ഞാണോ ശരി, തോക്കി കയറി വെടി വെക്കണ്ട ഇവര് പറയാം. ബൈ സീസൺ
പകുതി എത്തിയപ്പോ തന്നെ നമ്മൾ പറഞ്ഞതായി ശരി. അതെ നമ്മൾ പറഞ്ഞ സെയിം പ്രശ്നങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സംഭവിച്ചു. അവിടുന്നാണ് ഈ പ്രൊട്ടസ്റ്റിലോട്ടൊക്കെ പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നങ്ങൾ അന്ന് അവർ പ്രശ്നങ്ങളല്ലെന്ന് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സോളിഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, അക്കമായിട്ട് കാണിക്കാൻ പറ്റും. ഞങ്ങള് ചുമ്മാ ചാടിക്കയറി ചെയ്തതല്ല. ചിലപ്പോ ഇപ്പൊ സിഇഒക്ക് നമ്മൾ ചാടിക്കയറിയതായിട്ട് തോന്നും. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ മെയിലിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അവരോട് നടത്തിയ മീറ്റിംഗ്സിന്റെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അവർക്ക് മനസ്സിലാവും എത്രയൊക്കെ തവണകൾ നമ്മൾ ഈ കാര്യങ്ങൾ ഇവരോട് അഡ്രസ് ചെയ്യുന്നു. സെയിം കാര്യം തന്നെ നമ്മൾ കുറെ പ്രാവശ്യം. അതെ അതെ. ലെഗാറ്റോറിനെയും വികാസ് ഷിംഗനെയും സൈൻ ചെയ്തു, അമേറാണ് അവാർഡെ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ ഒരു ഇന്റന്റ് കാണിക്കുക. അപ്പം ഇന്റന്റ് കാണിക്കേണ്ട സമയത്താണ് ഈ അൺസർട്ടനിറ്റി എന്നുള്ളൊരു എക്സ്ക്യൂസിനുള്ള ഒരു പോയിന്റ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. എക്സ്ക്യൂസ് എവിടെ കാണുന്നത് അപ്പൊ നമ്മുടെ ക്ലബ് പിക്ക് ചെയ്യും, നമ്മള് ക്ലബായിരിക്കും. അത് വേറെ ആൾക്കാർക്ക് ആ എക്സ്ക്യൂസ് പറയാറില്ല. ഇത് ഇപ്പൊ ഈ അൺസർട്ടനിറ്റി ഒക്കെ പറയുന്നതിന് മുന്നേ ഈ ഫാബിന്റെ മീറ്റിംഗിന്റെ വീഡിയോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോ ഈ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിനെ കുറിച്ച് ഈ എന്താ പറയുന്നത് SDO ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നുണ്ട്, ഇല്ല എനിക്കതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പ്രശ്നമായിട്ട് തോന്നുന്നില്ലെന്ന് ഈ അൺസർട്ടനിറ്റി ഒക്കെ വരുന്നതിന് മുന്നേ പറയുന്നത്. അതായത് ഞാൻ പയ്യെ വെയിറ്റ് ആൻഡ് വാച്ച് ആയിട്ട് ഈ ലാസ്റ്റ് മിനിറ്റ് സൈനിങ് നടത്തത്തുള്ളൂ, മുന്നേ സൈനിങ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് പ്രീ സീസൺ ഒന്നും എല്ലാ പ്ലേസിനെയും കൊണ്ടുവന്നുള്ള പരിപാടി ഞാൻ ചെയ്യത്തില്ല എന്നുള്ള ഇൻഡയറക്ട്ലി പുള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇപ്പൊ ഈ നടന്നേക്കുന്ന നമ്മളുടെ റീസെന്റ് ഇൻസിഡൻസ് ഉണ്ടായിരിക്കുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ പ്ലാൻസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ ഇവർക്ക് ഉദ്ദേശമൊന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇന്റന്റ് കാണിക്കാനുള്ള സാധനങ്ങളും എനിക്ക് തോന്നിയിട്ടില്ല. ഇവരുടെ ഒരു ഇന്റന്റിലൊന്നും എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. അത് ഇവര് എന്ത് കാണിച്ചാലും ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നുള്ള അപ്രോച്ചിലാണ് ഇപ്പോഴും ഇരിക്കുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അത് പ്രൊട്ടസ്റ്റ് ഇപ്പം നമ്മൾ റൺ ചെയ്താലും ആര് റൺ ചെയ്താലും റൺ ചെയ്തില്ലേലും ഇതൊക്കെ ഇനി വൻ രീതിയിൽ ഒടുക്കത്തിനുള്ള ഇതായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. മീൻസ് സാധാരണക്കാരൻ ഇനി കളി കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കഴിഞ്ഞു പരിപാടി. അതിലേക്കൊക്കെ പോണ വേണ്ടെന്നൊക്കെ ഉള്ള അവര് തീരുമാനിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മളിനി ഒരു പ്രൊട്ടസ്റ്റിലോട്ട് പോകുമ്പോ നമ്മൾ പ്രൊട്ടസ്റ്റ് നിർത്തിയിട്ടില്ല. നമ്മളിനി ഇതിന്റെ ഒരു സ്റ്റാർട്ട് ഓഫ് ഇതില് ഇവര് ഇതേ അപ്രോച്ച് ആണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മഞ്ഞപ്പട വളരെ സ്ട്രോങ് ഇതില് തന്നെ ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചതിന്റെ ഒരു 2x ഇട്ട് തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് ലോക്കലി ഉള്ള നമ്മളുടെ ആളുകളും നമ്മളുടെ റീജിയണൽ ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് തന്നെയാണ്. അത് ഓൾവേസ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ സപ്പോർട്ട് തന്നെയാണ്. അത് നമ്മളിത് മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത് മാത്രമേ ഒരു നിയോഗം അതായിരിക്കും. മഞ്ഞപ്പടയ്ക്ക് കൊടുക്കുന്ന നിയോഗം അതായിരിക്കും. നിങ്ങൾ ഫ്രണ്ട് വയ്ക്ക് ഞങ്ങൾ കൂട്ടത്തിലുണ്ടാവും എന്നുള്ള നോർമൽ ഫാൻസിന്റെ റീജിയണൽ ഫാൻസിന്റെ ഇതായിരിക്കും സപ്പോർട്ട്. നമ്മള് ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണല്ലോ. നമ്മുടെ ജനറൽ നമ്മൾ ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഏരിയകളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വോയിസ്. പ്രൊട്ടസ്റ്റുകളൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്നതില് ഇപ്പൊ തന്നെ ഫസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ബ്രേക്കായി വരിക. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത് വരുമ്പോ ഇതാണെങ്കിൽ മാച്ച് തുടങ്ങുമല്ലോ, കളി കാണാൻ ആള് വരണമല്ലോ. തീർച്ചയായും എവിടെ വരെ ഇവര് ആൾക്കാരായിട്ട് ഇങ്ങനെ ലൈമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. സോ നമ്മള് പ്രൊട്ടസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ക്ലബിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ആ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടുകൊണ്ട് ഇന്ന കാര്യം ചെയ്തു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഹോണസ്റ്റ്ലി ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര വിസിബിൾ ആയിട്ട് ഭയങ്കര ഇന്റന്റ് കാണിച്ച പോലെ തോന്നിയിട്ടില്ല. ഭയങ്കര സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ ഒരു ഓവർഹോൾ ചേഞ്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പക്ഷെ ഉണ്ടായ ഒരു എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു സാധനം, അതായത് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് പ്രോപ്പർ അല്ലെങ്കിൽ എന്നുള്ളൊരു പ്രഷർ നമ്മുടെ പ്രഷർ ഫുൾ ടൈം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവരുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ അവരെന്ത് മിഡ് സീസണിൽ ഒരു കോച്ച് ചേഞ്ച് വന്നത്, കോച്ച് ചേഞ്ച് ഇൻ ദ സെൻസ് കോച്ചിനെ കൊണ്ടുവന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അതായത് ഇന്ററിം കോച്ചസിനെ എഴുതിയതല്ല. നമ്മുടെ സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത കോമ്പറ്റീഷനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് കോച്ചിനെ അപ്പോയിന്റ് ചെയ്തതാണ്. ഉറപ്പായിട്ടും ഇവര് സൈനിങ്സ് നടത്തിയാണ്. ഇവര് സമ്മതിച്ചില്ലെങ്കിൽ പോലും ഇതൊക്കെ ആദ്യത്തെ ഫോറിൻ സൈനിങ് നമ്മൾ അങ്ങനെ തോന്നുന്നു. അങ്ങനെ സൈനിങ്സ് വന്നിരിക്കുന്നത് ഇവര് സമ്മതിക്കത്തില്ല. ഇല്ല എന്താ പറയുക, അങ്ങനെ സൈനിങ്സ് കൊണ്ടുവന്നു. ദെൻ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫസ്റ്റ് ടീമിലോട്ട് നോക്കുമ്പോൾ, അതായത് പ്ലേയേഴ്സിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ചേഞ്ചസ് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റാഫുകളുടെ സൈഡിൽ നിന്ന് ലൈക്ക് ഒരു എന്താ പറയുന്നത് ഖത്തർ ഇതിൽ നിന്നുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിനെ കൊണ്ടുവന്നിരുന്നു. ദെൻ ഒരു ടീം ഡോക്ടർ
സ്പെഷ്യലൈസ്ഡ് ഒരു ഡോക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ മെഡിക്കൽ ടീമിൽ ഒരു മൊത്തത്തിലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് മെഡിക്കൽ ടീമിൽ. ഈ പറയുന്ന ചേഞ്ചസുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ എന്താണ് ഇവരുടെ അല്ല അവരെടുക്കുന്ന എല്ലാ ഡിസിഷൻസിലും നമ്മുടെ പ്രഷർ 100% ഉണ്ടാവും. മെയിൻ സാധനം അതായത് ചോദിക്കാനും പറയാനും ആളില്ല കിടക്കുമല്ല എന്നുള്ള സാധനം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ചോദിച്ചില്ലെങ്കിൽ ഇനി അടുത്ത സീസണിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന സാധനത്തില്ലേ നെക്സ്റ്റ് എന്താണ് എന്ന് ചോദിക്കുള്ളൂ. ഡെഫിനറ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഉള്ള ഇട്ട പ്രഷറിനെക്കാളും ഒരു 2x ഇട്ടുള്ള പ്രഷർ ആയിരിക്കും ഇതൊന്നും പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അത് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നതിലും മോശമായിരിക്കും. ലൈക്ക് ആളുകൾ കൂടെ നിൽക്കും. കാരണം ഒരു ഫുൾ മോഷൻ സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും ചേഞ്ച് ഇല്ല എന്ന് അല്ലെ ഒരു റിയൽ ഇന്റന്റ് ഇല്ല എന്ന് ആൾക്കാർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആളുകൾ മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ച പോയിന്റ് കോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ഇഗ്നോർ ചെയ്യും ക്ലബിനെ. അതായിരിക്കും ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് ഇവർക്കെതിരെ നടക്കാൻ പോകുന്നത്. ഇവർ അതിലേക്കൊന്നും പോവാതെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ ആശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു പ്രതീക്ഷ. അതായത് ഇപ്പം വന്ന മാറ്റങ്ങളിൽ മഞ്ഞപ്പട പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിന് മുന്നേ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളിൽ തന്നെയാണ് ഇപ്പൊ മാറ്റം വന്നത്. അതെ കൃത്യമായിട്ട് നമ്മൾ അനലിസ്റ്റിന്റെ കാര്യം അനലിസ്റ്റ് ഇപ്പൊ ചേഞ്ച് അനലിസ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അനലിസ്റ്റ് ഇല്ലെന്നൊക്കെ പറയുന്നത് ബേസിക് റിക്വയർമെന്റ് ആണ്. പിന്നെ നമുക്ക് പറയുമ്പോ ഇപ്പം ഈ പറയുന്ന മെഡിക്കൽ ടീമിന്റെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. സൈനിങ്സിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയൽ ഇന്റന്റ് ഇല്ല എന്ന് തോന്നിയാൽ പോലും പറയുന്ന പോലെ പൊസിഷൻസിൽ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു നമ്മൾ ഉദ്ദേശിച്ച ലെവൽ ഓഫ് പ്ലേയേഴ്സ് ആണോ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയിലുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യേണ്ടി വരും. അതെന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പേപ്പറിൽ നോക്കുമ്പോൾ പൊസിഷനിൽ പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ അവര് എന്താ പറയാ സ്ട്രാറ്റജിക്ക് എന്താ തരുന്നത്, ടീം സ്ട്രാറ്റജിയിലേക്ക് എന്താ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും. അതെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന സാധനം ഏതൊരു ക്ലബ് നമ്മൾ സക്സസ്ഫുൾ ആയിരുന്ന സീസണിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നമ്മളെ പോലുള്ള ക്ലബിന്റെ, അതായത് ഇവര് പറയുന്ന ഇവിടെ ഇൻഫ്ലേറ്റഡ് ആണ് മാർക്കറ്റ്, ഫോറിൻ പ്ലേയേഴ്സിൽ പൂൾ വലിയ പൂളാന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓക്കെ ഇത് നിങ്ങൾ ചെയ്യണ്ട. ഈ കൊണ്ടുവരുന്ന 6 ഫോറിനേഴ്സ് സ്പൈൻ കൃത്യമാ സ്പൈൻ വളരെ ടോപ്പ് ക്വാളിറ്റി ഫോറിനേഴ്സിനെ വെച്ച് സൈൻ ചെയ്യും. വൺസ് ഫോറിൻ പ്ലേയേഴ്സ് വളരെ ടോപ്പ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി സൈനിങ്സ് വന്നു കഴിഞ്ഞാൽ സറൗണ്ട് ചെയ്യുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് ഓട്ടോമാറ്റിക്കലി അവർ പെർഫോം ചെയ്യും, റിസൾട്ട്സ് വരും. നമ്മള് കണ്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് സീസൺ സഹലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡബിൾ പിവട്ട് ഈവൻ നമ്മുടെ മലയാളി പ്ലേയേഴ്സിന്റെ അടുത്ത് പോലും നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ആണത്. അവര് അങ്ങനെയുള്ള പ്ലേയേഴ്സ് ടീമിൽ കൊണ്ടുവരുന്ന മാറ്റം ഇന്റന്റ് കാണിക്കേണ്ട. ആക്ച്വലി നമ്മൾ ഇനി റിയൽ ഇന്റന്റ് ആൾക്കാർക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫോറിൻ സൈനിങ്സിൽ കാണിക്കുന്ന ടോപ്പ് ക്വാളിറ്റി എസ്പെഷ്യലി ക്വാളിറ്റി സൈനിങ് ആയിരുന്നു. പുള്ളി പോയി ഇനി അവിടെ റീപ്ലേസ് ചെയ്യണം, പെപ്പറെ റീപ്ലേസ് ചെയ്യണം. ഇനി ആരൊക്കെ പോകുമെന്ന് നമുക്കറിയത്തില്ല. പലരോടും ഈ അൺസർട്ടൻ ആണ് ക്ലബ് വിട്ട് പൊക്കോളാനൊക്കെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കണം. അവിടാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്റന്റ് എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഈ കാര്യത്തില് ഇവരൊരു നല്ല 6 ഫോറിനേഴ്സ് നല്ല കിടിലൻ 6 ഫോറിനേഴ്സിനെ കൊണ്ടുവരുവാണെങ്കിൽ ടോപ്പ് ക്വാളിറ്റി ഫോറിനേഴ്സ്, ഞാൻ 3 or 2 ഉള്ളതല്ല 6 പേരെ കൊണ്ടുവരുവാണെങ്കിൽ യെസ് നമുക്ക് ഫീൽ ചെയ്യും ഇവര്. ശരിക്കും ഒരു നോർമൽ ഫാൻ ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, അതിലെന്താ തോന്നുന്നത്? നോർമൽ ഫാൻ ഡെഫിനറ്റ്ലി ചേഞ്ചസ് തന്നെ ആയിരിക്കുമല്ലോ. ഫാൻസിനെ സംബന്ധിച്ച് നല്ല റിസൾട്ട് വരിക എന്നുള്ളതാണ്. അവർക്ക് ഒരിക്കലും ഒരു ഓക്വേർഡ് സിറ്റുവേഷനിൽ ഒരു മോശം സിറ്റുവേഷനിൽ നിൽക്കാൻ ഒരു ഫാനും ഒരു ക്ലബിന്റെയും താല്പര്യപ്പെടത്തില്ല. ഇന്ന് തോറ്റോട്ടെ ഞാൻ തോറ്റ് നിൽക്കുന്ന കാണാനായിരിക്കത്തില്ല ഒരു ഫാനും ആഗ്രഹിക്കുന്നത്. ടീം ജയിക്കണം എന്നുള്ളതാണ്. ആ ടീം ജയിക്കാൻ വേണ്ടി ഒരു നോർമൽ ഫാനിനെ സംബന്ധിച്ച് ടീം ജയിക്കുക എന്നുള്ളതാണ് അവന്റെ അൾട്ടിമേറ്റ് തിങ്. ടീം ജയിക്കുക, ടീം ഒരു കപ്പടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യം കൃത്യമായിട്ട് ഇവർ ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് അതിനോട് ഒരു ഇന്റന്റ് കാണിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഫാൻസ് ഇപ്പോഴും അവരെ ഇത് ചെയ്യാത്തത്? കാരണം അവര് എവറി സീസൺ ആ ഇന്റന്റ് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നു സൈനിങ്സിൽ. അവരുടെ ഇന്റന്റുകൾക്ക് എപ്പോഴും നമ്മൾ ഇരയാവാറുണ്ട് എല്ലാ സീസണിലും. ഫിനാൻഷ്യലി ബെനിഫിറ്റ് ചെയ്യാറുണ്ട്. ഫിനാൻഷ്യലി അങ്ങനെ എടുത്തോ, നമ്മൾ ക്ലബിന്റെ ആസ്പെക്ടിൽ സംസാരിച്ചോ, ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ചെയ്യാറുണ്ടെന്ന് വേണം എടുക്കാം. എന്നാൽ നമ്മളുടെ മറ്റേ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത പ്രോസസ്സിലാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബഡ്ഡിംഗ് പ്ലേസിന് അല്ലെ നമ്മളുടെ പ്ലേസിന്റെ പീക്കിൽ അവർ കൊണ്ടുപോകും.
അത് സംഭവിക്കാം. അത് നമ്മൾ അലോ ചെയ്യുന്നുണ്ടാവല്ലോ. അതെ, നമുക്കൊരു റിസൾട്ട് വേണമെങ്കിൽ നമ്മുടെ പ്ലേസിനെ നമ്മൾ ഹോൾഡ് ചെയ്യണം, പുതിയ പ്ലേസിനെ കൊണ്ടുവരണം, നല്ല ടോപ്പ് ക്വാളിറ്റി സൈൻസ് ചെയ്യണം. അങ്ങനെ നമുക്ക് കപ്പടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നീ ഇപ്പൊ ചോദിച്ച ചോദ്യം, നോർമൽ ഫാൻസ് എന്താണ് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്, റിസൾട്ട് ഉണ്ടാവുക, കപ്പടിക്കാൻ പറ്റുക. ഇതായിരിക്കും ഏതൊരു നോർമൽ ഫാനോട് മാച്ചസ് ജയിക്കാന്നുള്ള മാച്ചസ് ജയിക്കാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാ മാച്ചും ജയിക്കുക നമുക്ക് ചുമ്മാ നമുക്ക് പറയാന്നുള്ളൂ, മറ്റേ പെസ് കളിക്കുന്ന പോലെ. പക്ഷെ ഈ പറയുന്ന പോലെ ഇന്റന്റ് ഉണ്ടാവണം, കാണുന്നവർക്ക് ഫീൽ ചെയ്യണം, റിയൽ ഇന്റന്റ് ഫീൽ ചെയ്യണം. ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ കാര്യം, ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ബെഞ്ച് സ്ട്രെങ്ത് നമ്മൾ ഇതൊരു ചാമ്പ്യൻ ടീമാണെന്ന് ഫീൽ ചെയ്യണം. ഇവരോട് കളിക്കാൻ ഒരു പേടി അറ്റ്ലീസ്റ്റ് അത് തോന്നാം. ഇതൊക്കെയാണ് ഇവാന്റെ സീസണുകളിൽ നമുക്ക് അതെ ഇവാന്റെ അടുത്ത് പേഴ്സണലി നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഒരു സാധനം കിട്ടുക എന്നുള്ളതാണ്. അതൊന്നും ഇല്ലെങ്കിൽ പറയുന്ന ഏറ്റവും വലിയ കോമഡി ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ്. ഇപ്പം പുതിയ കോച്ച് വന്നിട്ട് പുള്ളി സൂപ്പർ കപ്പിൽ പറഞ്ഞെന്താ, പ്ലേയേഴ്സ് വെക്കേഷന് പോകാനുള്ള മൂഡിലാണ് നിൽക്കുന്നത്, ആർക്കും മെന്റാലിറ്റി ഇല്ല. അത് തന്നെ വലിയൊരു റോങ് ഇതാണ്. ഒരു ഒരു പുതിയ സീസൺ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാണുന്നത് ഏറ്റവും റോങ് ഒരു അപ്രോച്ചാണ്. പുതിയ കോച്ച് വന്നിട്ട് 15-20 ദിവസം കൊണ്ട് പുള്ളി പറയാണ് ഇവര് വെക്കേഷൻ പോകാനുള്ള മൂഡിലാണ് നിൽക്കുന്നത്, ഇവർക്കൊന്നും ഒരു ഇന്റന്റും ഇല്ല, കളിക്കണമെന്നില്ല, ജയിക്കണമെന്നില്ല എന്ന് പറയുന്ന പ്ലേസാണ്. പറയുന്നത് വലിയ മാനേജ്മെന്റിന്റെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്റന്റ് ഉണ്ട്, മെന്റാലിറ്റി ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ കോച്ച് തന്നെ പുതിയ കോച്ച് വന്നിട്ട് വരച്ചിട്ട പോലത്തെ പരിപാടി. അപ്പം ഇത് ഇവര് റെക്ടിഫൈ ചെയ്യുമെന്നുള്ളത് നോക്കണം. ബാക്കി എന്താണെന്നുള്ളത് സീസൺ തുടങ്ങുമ്പോൾ അറിയാം. സോ ഗൈസ്, നമ്മൾ ഈ ഒരു സെക്കൻഡ് എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ISL അൺസർട്ടനിറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെ മാറി പെട്ടെന്ന് തന്നെ ISL റീസ്റ്റാർട്ട് ആവട്ടെ, പെട്ടെന്ന് തന്നെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തി ഒരു സൊല്യൂഷനിലോട്ട് എത്തട്ടെ. പെട്ടെന്ന് കോർട്ട് കേസ് പരിഗണിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി വന്നു കഴിഞ്ഞാൽ FF ആണെങ്കിലും FSD ആണെങ്കിലും ഒരു മിഡിൽ ഗ്രൗണ്ട് എത്തി ഒരു പ്രോപ്പർ സൊല്യൂഷനിൽ എത്തി കാര്യങ്ങൾ പോട്ടെ. അൺസർട്ടനിറ്റി ഒക്കെ പെട്ടെന്ന് മാറി നമുക്ക് വിഷ് ചെയ്യാം. നല്ല നല്ല സൈനികളൊക്കെ എല്ലാ ടീമുകൾക്കും വരട്ടെ. അതെ, അൺസർട്ടനിറ്റി ക്ലബ്സിന്റെ അൺസർട്ടനിറ്റി ഒക്കെ മാറട്ടെ, പോസ് ഒക്കെ മാറട്ടെ, ISL നന്നായിട്ട് നടക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്, ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ വരാനുണ്ട്. സോ അതൊന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.